Good morning, all. Our next topic is functional dependencies in database design. In the previous classes, we have already discussed about the anomalies in database design, such as insert anomaly, delete anomaly, and modification anomalies. Here, we are going to discuss about the functional dependency. So, what is functional dependency? നമുക്ക് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണെന്ന് പറയണമെങ്കിൽ രണ്ട് രീതിയിൽ പറയാം. നമുക്കൊന്നുകിൽ ഡെഫിനിഷൻ യൂസ് ചെയ്ത് എന്താണെന്ന് പറയാം, എന്നിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. പക്ഷെ ഞാനിവിടെ ഡെഫിനിഷൻ ആദ്യം പറയുന്നില്ല. നമ്മൾ ആദ്യം ഒരു എക്സാമ്പിൾ എന്താണെന്ന് കാണിച്ചിട്ട്, ഇപ്പോൾ നേരത്തെ തന്നതുപോലെ ഒരു ടേബിൾ പറഞ്ഞിട്ട് ആ ടേബിളിൽ എന്താണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്നുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആ ടേബിളിൽ ഏതെല്ലാം ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് വരുന്നു, അതിന് ശേഷം നമുക്കതിൻ്റെ ഡെഫിനിഷനിലോട്ട് പോവാം. സോ consider the schema. The following schema stores the current student data in a college hostels. The college has more than one hostel building. Okay. ഏതോ ഒരു കോളേജ് ഹോസ്റ്റലിൻ്റെ സ്റ്റുഡൻറ്റ് ഡേറ്റ, കറൻ്റ്ലി അവിടെ സ്റ്റേ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ഡേറ്റയാണ് നമ്മൾ ഈ ഡേറ്റാ ബേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രീവിയസ് സ്റ്റുഡൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, ബുക്ക് ചെയ്തേക്കുന്ന അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ കറൻ്റ്ലി ആരൊക്കെ സ്റ്റുഡൻസ് അവിടെ ഉണ്ട് എന്നുള്ള ഡേറ്റയാണ് നമുക്ക് വേണ്ടത്. അത് സ്റ്റോർ ചെയ്യാനുള്ള ഡേറ്റാബേസാണ്. ഈ കോളേജിന് ഒന്നിൽ കൂടുതൽ ഹോസ്റ്റൽ ബിൽഡിങ്സ് ഉണ്ട്. അതാണ് ഹോസ്റ്റൽ നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഒരു പർട്ടിക്കുലർ ടേബിളായിട്ട് അതിനെ ഡിസൈൻ ചെയ്തു. ഒരു സിംഗിൾ ടേബിൾ, സ്റ്റുഡൻറ്റ് ഹോസ്റ്റൽ എന്നൊരു ടേബിൾ. അതിനകത്ത് അഡ്മിഷൻ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് ഈസ് ദ പ്രൈമറി കീ. സ്റ്റുഡൻറ്റിൻ്റെ പേരും സ്റ്റുഡൻറ്റിൻ്റെ സെക്സും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുട്ടിയാണ്, ഏത് ഹോസ്റ്റലിലാണ്, അയാളുടെ റൂം നമ്പർ എത്രയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. ഇതിനകത്ത് ഫങ്ഷണൽ ഡിപ്പെൻഡൻറ്റി ആദ്യം പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടത് അഡ്മിഷൻ നമ്പർ. അഡ്മിഷൻ നമ്പർ ഇവിടുത്തെ പ്രൈമറി കീ ആണ്. ഇപ്പം നമ്മൾ താഴെ റെഡ് കളർ കൊടുത്തേക്കുന്നത് അഡ്മിഷൻ നമ്പർ ഗീവ്സ് അല്ലെങ്കിൽ ഡിറ്റർമിൻസ് എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അഡ്മിഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ സ്റ്റുഡൻറ്റിൻ്റെ പേരെന്താണെന്ന് കിട്ടും, അതിൻ്റെ സെക്സ് എന്താണെന്ന് കിട്ടും, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് കിട്ടും, അതിൻ്റെ ഹോസ്റ്റൽ നെയിം ഏതാണെന്ന് കിട്ടും, അയാളുടെ റൂം നമ്പർ ഏതാണെന്ന് കിട്ടും. ഇത് ഇത്രയും അറിയാൻ പറ്റും. അതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്കൊരു സാമ്പിൾ ഡേറ്റ ഉള്ളത്. ഇത്രയും സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്നത് വിചാരിക്കുക. ഇത് യൂസ് ചെയ്തായിരിക്കും ഞാൻ എക്സാമ്പിൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ ഡിപ്പെൻഡൻസീസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ പ്രൈമറി കീ ഉണ്ടെങ്കിൽ ഈ പ്രൈമറി കീ ആയിരിക്കും യൂസ് ചെയ്ത് എനിക്ക് ആ സ്റ്റുഡൻറ്റിൻ്റെ പേരെടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അഡ്മിഷൻ നമ്പർ ഡിറ്റർമിൻസ് സ്റ്റുഡൻറ്റ് നെയിം എന്ന് എഴുതും. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എഴുതിയിരിക്കുന്ന അഡ്മിഷൻ നമ്പേഴ്സ് ഡിറ്റർമിൻ, അത് എങ്ങനെ വായിക്കുന്നു എന്ന് വെച്ചാൽ അഡ്മിഷൻ നമ്പർ ഡിറ്റർമിൻസ്, ഇപ്പോൾ ആരോയാണ് എഴുതുന്നത് നമ്മൾ, ഡിറ്റർമിൻസ് സ്റ്റുഡൻറ്റ് നെയിം എന്നാണ്. അല്ല എങ്കിൽ സ്റ്റുഡൻറ്റ് നെയിം ഈസ് ഡിറ്റർമിൻഡ് ബൈ അഡ്മിഷൻ നമ്പർ എന്നും പറയാം. സ്റ്റുഡൻറ്റ് നെയിം ഈസ് ഡിറ്റർമിൻഡ് ബൈ അഡ്മിഷൻ നമ്പർ. ഇങ്ങനെ ഒരു സംഭവം എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ അതെങ്ങനെയാണ് പറയുന്നത്? ഞാനിപ്പോൾ സെലക്ട് സ്റ്റുഡൻറ്റ് നെയിം ഫ്രം ടേബിൾ വെയർ അഡ്മിഷൻ നമ്പർ ഈക്വൽ ടു സംതിങ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരായിട്ട് തന്നെ കിട്ടും. ആ പർട്ടിക്കുലർ അഡ്മിഷൻ നമ്പർ യുണീക്കായിരിക്കും, പ്രൈമറി കീ ആയതുകൊണ്ട്. ഒരു യുണീക്കായിട്ടുള്ളൊരു നമ്പർ ഞാൻ പ്രൈമറി കീ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പർട്ടിക്കുലർ ആ സ്റ്റുഡൻറ്റിൻ്റെ പേര് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയല്ലേ? അതാണ് ആക്ച്വലി ഡിപ്പെൻഡൻസി. അതിനെയാണ് നമ്മൾ പറയുന്നത് ഒരു ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു അഡ്മിഷൻ നമ്പർ യൂസ് ചെയ്ത് എനിക്ക് സ്റ്റുഡൻറ്റിൻ്റെ പേര് എന്താണെന്ന് കണ്ടുപിടിക്കുക, ഒരു യുണീക്ക് വാല്യൂ ആയിട്ട് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പറയും സ്റ്റുഡൻറ്റ് നെയിം ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ അഡ്മിഷൻ നമ്പർ. ഒരു ടേബിളിൻ്റെ കേസിൽ നമ്മളൊരു പ്രൈമറി കീ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൈമറി കീക്ക് അതിലുള്ള എല്ലാ ആട്രിബ്യൂട്ട്സിനെയും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള എല്ലാ ആട്രിബ്യൂട്ട്സിനെയും, അതായത് അഡ്മിഷൻ നമ്പർ യൂസ് ചെയ്ത് ആ സ്റ്റുഡൻറ്റിൻ്റെ പേരെന്താണെന്ന് കിട്ടും, ആ അഡ്മിഷൻ നമ്പറുള്ള കുട്ടിയുടെ സെക്സ് എന്താണെന്ന് കിട്ടും, ആ അഡ്മിഷൻ നമ്പറുള്ള കുട്ടിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് അറിയാൻ പറ്റും, ആ അഡ്മിഷൻ നമ്പറുള്ള കുട്ടിയുടെ തന്നെ ഏത് ഹോസ്റ്റലിൽ താമസിക്കുന്നു എന്ന് അറിയാൻ പറ്റും, ഹോസ്റ്റൽ നെയിം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലെന്നുള്ളത് കിട്ടും. അതുപോലെ അഡ്മിഷൻ നമ്പർ ഉണ്ട് എങ്കിൽ ഹോസ്റ്റലും ഉണ്ടെങ്കിൽ അയാളുടെ റൂം നമ്പർ ഏതാണെന്ന് എനിക്ക് കിട്ടും. റൂം നമ്പർ ഇല്ലെങ്കിൽ നള്ളെന്നായിരിക്കും. സോ
ആ അഡ്മിഷൻ നമ്പർ യൂസ് ചെയ്ത് എനിക്ക് ആ ബാക്കിയുള്ള എല്ലാ ആട്രിബ്യൂട്ട്സിൻ്റെയും വാല്യൂ എന്താണ്, ആ പർട്ടിക്കുലർ അഡ്മിഷൻ നമ്പറിൻ്റെ ബാക്കി ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നു. അതിനെയാണ് നമ്മൾ ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സ് എല്ലാം പ്രൈമറി കീയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്, ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. കാരണം അത് യൂസ് ചെയ്ത് മറ്റേതിൻ്റെ വാല്യൂ കിട്ടണം. അതിനെയാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ പ്രൈമറി കീ കേസ് നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി കീ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കീ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാക്കി എല്ലാ ആട്രിബ്യൂട്ട്സിനെയും ഡിറ്റർമിൻ ചെയ്യും. അല്ലെങ്കിൽ ബാക്കി എല്ലാ ആട്രിബ്യൂട്ട്സും ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ പ്രൈമറി കീ ആയിരിക്കും. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് അതിനകത്ത് ഒരു ടേബിൾ വെറുതെ തന്നു, അതിൻ്റെ പ്രൈമറി കീയും തന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് പറയാൻ പറ്റുന്ന ആ ടേബിളിനകത്തുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. ഏതൊരു ടേബിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രൈമറി കീ ഉണ്ടെങ്കിൽ ആ പ്രൈമറി കീ ഡിറ്റർമിൻസ് അതർ ആട്രിബ്യൂട്ട്സ് എന്നുള്ള ഓരോന്നും അഡ്മിഷൻ നമ്പർ ഡിറ്റർമിൻസ് സ്റ്റുഡൻറ്റ് നെയിം, അഡ്മിഷൻ നമ്പർ ഡിറ്റർമിൻസ് എക്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആയിരിക്കും. ഇനി ഇതല്ലാതെ വേറെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ടാകാം. ഇപ്പോൾ എക്സാമ്പിൾ, ഈച്ച് സ്റ്റുഡൻറ്റ് ഈസ് ഗിവൺ എ ഹോസ്റ്റൽ റൂം എക്സ്ക്ലൂസീവ്ലി. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും ഓരോ ഹോസ്റ്റൽ റൂം ഉണ്ട്. ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റിനും ഈച്ച് സ്റ്റുഡൻറ്റ് ഈസ് ഗിവൺ എ ഹോസ്റ്റൽ റൂം എക്സ്ക്ലൂസീവ്ലി എന്ന് പറയുമ്പോൾ ഒരു റൂമിൽ ഒരു സ്റ്റുഡൻറ്റേ ഉള്ളൂ. ഒരു ഹോസ്റ്റൽ റൂമിൻ്റെ ഒരു റൂം എക്സ്ക്ലൂസീവ്ലി ഫോർ എ സിംഗിൾ സ്റ്റുഡൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു അഡ്മിഷൻ നമ്പർ A2025, അയാളുടെ ഹോസ്റ്റൽ നെയിം എന്ന് പറഞ്ഞാൽ നിള, റൂം നമ്പർ എന്ന് വെച്ചാൽ 102. ഇത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു ഡിപ്പെൻഡൻസി എനിക്ക് പറയാൻ പറ്റുമോ? അതായത് നമ്മൾ പറയുന്നത് ഈ ഒരു കണ്ടീഷൻ നമ്മൾ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുണ്ട്. കാരണം ഒരു ഹോസ്റ്റലിൽ ഓരോ ഹോസ്റ്റലിലും ഒരു റൂമിൽ ഒരു കുട്ടിയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ യൂസ് ചെയ്ത് ഒരു ഡിപ്പെൻഡൻസി അവിടെ വരും ആട്രിബ്യൂട്ട്സ് തമ്മിൽ. എന്ത് ഡിപ്പെൻഡൻസിയാണ് ഇവിടെ വരുന്നത്? നമ്മൾ ഓൾറെഡി നമുക്കറിയാം അഡ്മിഷൻ നമ്പർ ഡിറ്റർമിൻസ് ഹോസ്റ്റൽ നെയിം, അഡ്മിഷൻ നമ്പർ ഡിറ്റർമിൻസ് റൂം നമ്പർ ഉണ്ട്. അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി എനിക്ക് ഉണ്ട്. അത് പ്രൈമറി കീ, അഡ്മിഷൻ നമ്പർ പ്രൈമറി കീ ആയതുകൊണ്ട് അങ്ങനെ ഒരെണ്ണം ഉണ്ട്. നെക്സ്റ്റ് വൺ ഇതിപ്പം നോക്കിക്കഴിഞ്ഞാൽ വേറൊരെണ്ണം A2088, അതിൻ്റെ ഹോസ്റ്റൽ നെയിം എന്ന് പറഞ്ഞാൽ പമ്പ, റൂം നമ്പർ 102. ഇനി ഏതെങ്കിലും ഒരു ഹോസ്റ്റൽ നെയിം റൂം നമ്പർ എന്നുള്ള കോമ്പിനേഷൻ എടുത്ത് നോക്കൂ. പമ്പ 103. പമ്പ 103 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A2239, A2239 അങ്ങനെ ഒരു അഡ്മിഷൻ നമ്പർ കിട്ടുകയാണ്. ഈ പമ്പ 103 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ, അതായത് പമ്പ എന്ന് പറയുന്ന ഹോസ്റ്റലിൽ 103 എന്നുള്ള റൂം വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഈ പമ്പ എന്നുള്ളത് വേറെ ഏതൊക്കെ ഉണ്ടോ? അതിൽ 101 ഉണ്ട്. പമ്പ എന്ന് പറയുന്നതിനകത്ത് 102 ഉണ്ട്. പമ്പ എന്നുള്ള 103 ഉണ്ട്. അതാണ് ഈ പറഞ്ഞത് അരുൺ, അല്ലെങ്കിൽ A2239 എന്നുള്ള അഡ്മിഷൻ നമ്പർ. പിന്നെ ഒരു പമ്പ എന്ന് പറയുന്ന റൂമിൽ വേറൊരാളില്ല, കാരണം ഒരു റൂമിൽ ഒരാളല്ലേ ഉണ്ടാവുള്ളൂ. സോ ഒരു ഹോസ്റ്റലിലെ ഒരു റൂം നമ്പർ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഹോസ്റ്റൽ നെയിമും റൂം നമ്പർ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ റൂമിൽ ഒരു സ്റ്റുഡൻറ്റേ ഉണ്ടാകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിഷൻ നമ്പറും ആ സ്റ്റുഡൻറ്റിൻ്റെ നെയിമും ആ സ്റ്റുഡൻറ്റിൻ്റെ സെക്സും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഹോസ്റ്റലിൻ്റെ പേരും റൂം നമ്പറും വെച്ച് അത് ആരാണെന്ന് കണ്ടുപിടിക്കാം. അതായത് ഏത് സ്റ്റുഡൻ്റ് ആണെന്ന് കണ്ടുപിടിക്കാം ഈ ടേബിളിൽ നിന്നും. ഇതാണ് എൻ്റെ മീനിങ്. അപ്പോൾ എനിക്കൊരു ഡിപ്പെൻഡൻസി പറയാൻ പറ്റും. ഹോസ്റ്റൽ നെയിമും റൂം നമ്പറും കൂടെ കിട്ടിയാൽ അഡ്മിഷൻ നമ്പർ എന്താണെന്ന് കണ്ടുപിടിക്കാം. അഡ്മിഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പ്രൈമറി കീ, അഡ്മിഷൻ നമ്പർ വെച്ച് ആ ടേബിളിലുള്ള എല്ലാ ഡേറ്റയും കണ്ടുപിടിക്കാം. അപ്പോൾ അതെല്ലാം അതിൻ്റെ കൂടെ വരും, ഓട്ടോമാറ്റിക്കലി വന്നോളും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഇതെന്താണ്, ഈ ഒരു ഡേറ്റാബേസിൽ ഒരു റൂമിൽ ഒരു കുട്ടിയെ ഉണ്ടാകുള്ളൂ എന്നൊരു കണ്ടീഷൻ ഉണ്ട് എങ്കിൽ എനിക്ക് ഒരു ഡിപ്പെൻഡൻസിയും കൂടെ പറയാൻ പറ്റും. ഹോസ്റ്റൽ നെയിം ആൻഡ് റൂം നമ്പർ, എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, അത് രണ്ടും കൂടെ ചേർന്ന് ഏതാണ് ആ സ്റ്റുഡൻറ്റ് എന്നുള്ള കണ്ടുപിടിക്കാം. ഏതാണ് സ്റ്റുഡൻറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ പർട്ടിക്കുലർ. അപ്പോൾ നമുക്ക് വേറൊരു ഡിപ്പെൻഡൻസി ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അതായത് ഓൾറെഡി നമുക്ക് അഡ്മിഷൻ നമ്പർ ഡിറ്റർമിൻസ് എവരി ആട്രിബ്യൂട്ട് എന്നുള്ള ഓരോന്നിനുമായിട്ടുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ട്. പ്ലസ് ഇപ്പോൾ വേറൊരു കണ്ടീഷൻ കൂടെ വന്നപ്പോൾ
അതും ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഹോസ്റ്റൽ നെയിമും റൂം നമ്പറും കൂടെ hostel name and roll number together determines the admission number of student. Admission number is primary key, so it determines all other attributes. ഇനി അടുത്തൊരു കണ്ടീഷൻ പറയാണ്, ബോയ്സ് ആൻഡ് ഗേൾസ് ആർ അക്കോമഡേറ്റഡ് ഇൻ സെപ്പറേറ്റ് ഹോസ്റ്റൽ. അതായത് മിക്സ്ഡ് ഹോസ്റ്റൽസ് ഒന്നുമില്ല, ബോയ്സ് ഹോസ്റ്റൽസും ഗേൾസ് ഹോസ്റ്റലും സെപ്പറേറ്റ് ആണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആണ്. അപ്പോൾ അതൊരു ഡിപ്പെൻഡൻസി ആണോ നോക്കും, ആണോ എന്ന് ചോദിക്കാം. പക്ഷേ ഈ ഒരു ടൈപ്പ് ഓഫ് ഡേറ്റാ ബേസിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ അതൊരു ഡിപ്പെൻഡൻസി ആണ്. എന്ത് തരം ഡിപ്പെൻഡൻസി? ഏത് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള ഡിപ്പെൻഡൻസി? ഹോസ്റ്റലിൻ്റെ പേരും സെക്സ് ഓഫ് ദി സ്റ്റുഡൻറ്റും. അതിൻ്റെ ജെൻഡർ എന്ന് പറഞ്ഞാൽ മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളത് എന്തിനെ ഡിറ്റർമിൻ ചെയ്യും? അത് ഏത് ഹോസ്റ്റലിലാണ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യും. അങ്ങനെയാണോ? അതായത് ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് മെയിലാണെന്ന് പറഞ്ഞു, അയാളുടെ ഹോസ്റ്റൽ നെയിം എനിക്ക് കിട്ടുമോ? ഈ കിട്ടുമോ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോൾ എനിക്കൊരു സംഭവം വേണം, ഹോസ്റ്റൽ നെയിം വേണം. സെലക്ട് ഹോസ്റ്റൽ നെയിം ഫ്രം ടേബിൾ സ്റ്റുഡൻറ്റ് ഹോസ്റ്റൽ വെയർ സെക്സ് ഈക്വൽ ടു മെയിൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു യുണീക്ക് ആയിട്ടുള്ളൊരു വാല്യൂ കിട്ടുമോ? ഇവിടെ മെയിൽ എന്ന് പറയുന്നത് ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുണ്ട്, അത് നിളയാണ് പറയുന്നത്. ഗ്രീൻ കളറിലുള്ളതെല്ലാം നിളയാണ്. റെഡ് കളറിലും ഉള്ളത് മെയിലുണ്ട്, അത് പക്ഷേ പമ്പയാണ്. അതായത് മെയിൽ എന്ന് കൊടുത്താൽ ഒരു സിംഗിൾ ഹോസ്റ്റൽ നെയിം അല്ല എനിക്ക് കിട്ടുന്നത്, മൾട്ടിപ്പിൾ ഹോസ്റ്റൽ നെയിം. അതായത് ബോയ്സ് ഹോസ്റ്റലിൽ തന്നെ ഒന്നിൽ കൂടുതലുണ്ട്. സോ നമുക്ക് ആ ഒരു ഡിപ്പെൻഡൻസി പറയാൻ പറ്റില്ല. അയാളുടെ മെയിലാണോ ഫീമെയിലാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ ഹോസ്റ്റൽ നെയിം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് തിരിച്ചു പറ്റും. അതായത് ഒരാളുടെ ഹോസ്റ്റൽ നെയിം നീളയാണെന്ന് പറഞ്ഞു, അയാളുടെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. യമുനയിൽ താമസിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ മെയിലാണോ ഫീമെയിലാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം യമുന എന്ന് പറയുന്നത് ഗേൾസ് ഹോസ്റ്റലാണ്. സോ സെക്സ് ഈസ് ഫീമെയിൽ എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, സോ ദർ ഇസ് എ ഡിപ്പെൻഡൻസി. ഹോസ്റ്റൽ നെയിം ഏതാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ജെൻഡർ എനിക്ക് കിട്ടുകയാണ്, അയാളുടെ സെക്സ് എന്താണെന്ന് എനിക്ക് പറയാം, മെയിലാണോ ഫീമെയിലാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാം. ഒന്നിൽ കൂടുതൽ ബോയ്സ് ഹോസ്റ്റലും ഒന്നിൽ കൂടുതൽ ഗേൾസ് ഹോസ്റ്റലും ഉണ്ടാവും. പക്ഷേ ഹോസ്റ്റലിൻ്റെ പേര് ബോയ്സ് ഹോസ്റ്റലാണെങ്കിൽ അയാളുടെ സെക്സ് മെയിലായിരിക്കും, ഗേൾസ് ഹോസ്റ്റലിലുള്ള ആളാണെങ്കിൽ അയാളുടെ സെക്സ് ഫീമെയിൽ ആയിരിക്കും. സോ ദർ ഇസ് അനദർ ഡിപ്പെൻഡൻസി, ഹോസ്റ്റൽ നെയിം ഡിറ്റർമിൻസ് സെക്സ്. എന്ത് കണ്ടീഷനിലാണത് വന്നത്? ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റൽസ് ആണ് എന്നുള്ളൊരു കണ്ടീഷനിൽ നിന്നാണ് നമുക്ക് ഇങ്ങനൊരു ഡിപ്പെൻഡൻസി നമുക്ക് കിട്ടുന്നത്. So there is another dependency, functional dependency existing in the table. Hostel name determines sex. അപ്പോൾ ഇതാണ് നമ്മൾ ഓരോ ടേബിളിലും നമ്മൾ പറയുന്ന ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്, ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന കാര്യം. ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ടേബിളിനകത്ത് ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് വേറൊരു ആട്രിബ്യൂട്ടിൻ്റെ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് ഒരു ആട്രിബ്യൂട്ടിൻ്റെയോ ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിൻ്റെയോ എല്ലാം വാല്യൂസ്, ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സിൻ്റെയോ വാല്യൂസ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെയാണ് ആ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വാല്യൂ മറ്റൊന്നിനെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ ദ പ്രീവിയസ് ആട്രിബ്യൂട്ട് എന്നുള്ളത് എനിക്ക് പറയാം. ഇത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ഡേറ്റാബേസിനകത്ത് ഡിസൈനർ പറയുന്ന, അല്ലെങ്കിൽ നമ്മളുടെ സിനാരിയോയിലുള്ള ഓരോ കൺസ്ട്രെയിൻസോ കണ്ടീഷൻസോ ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ആ ഡിപ്പെൻഡൻസി. നേരത്തെ പറഞ്ഞതുപോലെ ഹോസ്റ്റൽ നെയിം ഡിറ്റർമിൻസ് സെക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിറ്റർമിൻസ് that boys and girls are provided separate accommodation. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷനിലോട്ട് പോവാം. ഡെഫിനിഷൻ പറയുന്നത്, എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് എക്സ് ഫങ്ഷണലി ഡിറ്റർമിൻസ് എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് വൈ ഇഫ് ദ വാല്യൂ ഓഫ് എക്സ് ഡിറ്റർമിൻസ് എ യുണീക്ക് വാല്യൂ ഫോർ വൈ. എക്സിന് ഒരു വൈയുടെ ഒരു യുണീക്ക് വാല്യൂ ആയിട്ട് എനിക്ക് എക്സ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ് ഫങ്ഷണലി ഡിറ്റർമിൻസ് വൈ എന്നുള്ളത് പറയും. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ആരോ വൈ എന്നാണ്, എക്സ് ഡിറ്റർമിൻസ് വൈ.
ഇനിയിപ്പോൾ എക്സ് തേർഡ് പോയിന്റിൽ ആരോ ആണ്, സിമ്പിൾ മാറി കിടക്കുകയാണ്. എക്സ് ഡിറ്റർമിൻസ് വൈ ഹോൾഡ്സ് ഇഫ് വെനെവർ ടു ട്യൂപ്പിൾസ് ഹാവ് ദ സെയിം വാല്യൂ ഫോർ എക്സ് ദേ മസ്റ്റ് ഹാവ് ദ സെയിം വാല്യൂ ഫോർ വൈ. അതായത് രണ്ട് ട്യൂപ്പിളുകളിൽ ഒരേ പേര് കിടക്കുകയാണ്. എക്സിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ ആ രണ്ട് ട്യൂപ്പിളിലും വൈയുടെ വാല്യൂം സെയിം ആയിരിക്കും ഇഫ് എക്സ് ഡിറ്റർമിൻസ് വൈ. എക്സ് ഡിറ്റർമിൻസ് വൈ എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡൻസി നമുക്കുണ്ട്. അതിന് എക്സാമ്പിൾ നമുക്ക് പറയാം. ഇത് പറയുന്നത് താഴെ പറയുന്നത് അതാണ്. അതായത് T1ഉം T2 ആണ് രണ്ട് ട്യൂപ്പിൾസ് എങ്കിൽ T1ഉം T2 സെയിം ട്യൂപ്പിൾ അല്ല, രണ്ട് ഡിഫറെൻറ്റ് ട്യൂപ്പിളാണ്. പക്ഷേ T1-നകത്ത് എക്സ് എന്നുള്ള ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂവും T2-നകത്തുള്ള എക്സിൻ്റെ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂവും സെയിം ആണ് എങ്കിൽ എക്സ് ഡിറ്റർമിൻസ് വൈ എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമ്മുടെ ഡേറ്റാബേസിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്യൂപ്പിളിലും വൈയുടെ വാല്യൂ സെയിം ആയിരിക്കും. എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ ഹോസ്റ്റൽ നെയിം ഡിറ്റർമിൻസ് എക്സ് എന്നുള്ളത് തന്നെ എടുത്താൽ മതി. ഒരു ഹോസ്റ്റൽ നെയിം ഡിറ്റർമിൻസ് എക്സ് എന്നാണ് ഉള്ളതെങ്കിൽ എൻ്റെ ഒരു ട്യൂപ്പിൾ ഫസ്റ്റ് ട്യൂപ്പിൾ ഞാൻ എടുത്തു. അതിൻ്റെ ഹോസ്റ്റലിൻ്റെ പേര് നിള എന്നാണ്. അപ്പോൾ നിള എന്ന് പറയുന്നതിന് പർട്ടിക്കുലർലി ഒരു വാല്യൂ ഉണ്ടാവും, ഇറ്റ്സ് മെയിൽ. സെക്സിൻ്റെ വാല്യൂ മെയിലായിരിക്കും. ഇനി വേറെ ഏതെങ്കിലും ഒരു ട്യൂപ്പിളിൽ ഹോസ്റ്റൽ നെയിം നിള എന്നുണ്ടോ? ഉണ്ട്. അനീഷ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ ആ നിള എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വരുന്നുണ്ട്, ആ സെക്കൻഡ് ഗ്രീൻ. അപ്പോൾ വീണ്ടും ഹോസ്റ്റൽ നെയിം നിള എന്ന് വന്നു കഴിഞ്ഞാൽ അതിലും മെയിലെന്ന് തന്നെയായിരിക്കും സെക്സിൽ വരുന്നത്. അതാണ് ആ സ്റ്റേറ്റ്. അതാണ് നമ്മളുടെ ഡെഫിനിഷനിൽ പറയുന്നത്. ഒരു ട്യൂപ്പിൾ, രണ്ട് ട്യൂപ്പിൾസ്, എക്സ് ഡിറ്റർമിൻസ് വൈ എന്ന് പറഞ്ഞുള്ള ഒരു ഡിപ്പെൻഡൻസി ഉണ്ട് എങ്കിൽ ഏത് രണ്ട് ട്യൂപ്പിൾ എടുത്താലും T1 T2 എന്നുള്ള ട്യൂപ്പിൾ എടുത്താലും ആ രണ്ട് ട്യൂപ്പിളിലും എക്സിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ വൈയുടെ വാല്യൂ സെയിം ആയിരിക്കും. അതാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്. ഇതാണ് നമ്മൾ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സും വൈയും തമ്മിലുണ്ട് എന്ന് പറയുന്നത് വെച്ച് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ഏതൊരു ടേബിൾ എടുത്തു കഴിഞ്ഞാലും ഏതൊരു റിലേഷൻ്റെ കേസ് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇത് പറയുന്ന ടേബിൾ എന്നുള്ളതല്ല, റിലേഷൻ എന്നാണല്ലോ. അപ്പോൾ ഏതൊരു ടേബിൾ എടുത്താലും അല്ലെങ്കിൽ ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ റിലേഷൻസിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ചില ഡിപ്പെൻഡൻസീസ് ഉണ്ട്. അതിനെയാണ് ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എക്സ് ഡിറ്റർമിൻസ് വൈ, അതൊരു ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ y എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് എ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഇപ്പോൾ എക്സാമ്പിൾ താഴെ പറയുന്നുണ്ട്. എ ഡിറ്റർമിൻസ് എയുടെ വാല്യൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സെലക്ട് അഡ്മിഷൻ നമ്പർ ഫ്രം സ്റ്റുഡൻറ്റ് ടേബിൾ വെയർ അഡ്മിഷൻ നമ്പർ ഈക്വൽ ടു സംതിങ് എന്ന് പറഞ്ഞാൽ ആ സെയിം അഡ്മിഷൻ നമ്പറല്ലേ കിട്ടുള്ളൂ, വേറൊന്നും വരത്തില്ലല്ലോ. സോ ഒരു ആട്രിബ്യൂട്ടിന് ആ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, അതൊരിക്കലും മാറൂല. അപ്പോൾ അത് ട്രിവിയലാണ്. അപ്പോൾ അത് ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ സബ്സെറ്റ് ആയാലും മതി. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ഫോർത്ത് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് SSN, P നമ്പർ ഡിറ്റർമിൻസ് P നമ്പർ. P നമ്പർ ഇസ് എ സബ്സെറ്റ് ഓഫ്, ഇപ്പോൾ SSNും P നമ്പറും ആണ് എക്സ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. Y എന്ന് പറയുന്ന ആട്രിബ്യൂട്ടായി നമ്മൾ പറഞ്ഞേക്കുന്നത് P നമ്പറാണ്. അപ്പോൾ ഇവിടെ P നമ്പർ ഇസ് എ സബ്സെറ്റ് ഓഫ് SSN ആൻഡ് P നമ്പർ. ഇപ്പോൾ രണ്ട് അഡ്മിഷൻ നമ്പറും സ്റ്റുഡൻറ്റിൻ്റെ പേരും അങ്ങനെയുള്ള കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിൻ്റെ പേര് കിട്ടും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അങ്ങനെ വലിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അഡ്മിഷൻ നമ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അത് കിട്ടും, അയാളുടെ പേരെന്താണെന്ന് കിട്ടും. അപ്പോൾ അഡ്മിഷൻ നമ്പറും പേരും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പേര് കിട്ടും എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. അത് എന്തായാലും കറക്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മൾ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു സംഭവം അതിന് തന്നെ സബ്സെറ്റിനെ തന്നെ ഡിറ്റർമിൻ ചെയ്യാം. ഇങ്ങനെ അല്ലാതെയുള്ള ബാക്കി എല്ലാ ടൈപ്പ് ഓഫ് ഡിപ്പെൻഡൻസി, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അഡ്മിഷൻ നമ്പർ ഡിറ്റർമിൻസ് ഓൾ അതർ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു, അതുപോലെ ഹോസ്റ്റൽ നെയിം ആൻഡ് റൂൾ നമ്പർ ഡിറ്റർമിൻസ് അഡ്മിഷൻ നമ്പർ എന്ന് പറഞ്ഞു. ഇവിടെയും ഡിറ്റർമിൻസ് എന്നുള്ള സിമ്പലാണ്, അത് വന്നിട്ടില്ല. അതുപോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ്. നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ച്
ആ കണ്ടീഷനെ ബേസ് ചെയ്താണ്. അപ്പോൾ നമ്മൾ പറയുന്നു ഇതാണ് പ്രൈമറി കീ എന്ന് പറഞ്ഞു. സോ ആ പ്രൈമറി കീ ആയതുകൊണ്ടാണ് അത് ഡിറ്റർമിൻസ് ബാക്കിയുള്ളത് എന്നുള്ളൊരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എനിക്ക് പറയാൻ പറ്റിയത്. അതുപോലെ ഒരു ഹോസ്റ്റലിൽ ബോയ്സും ഗേൾസും സെപ്പറേറ്റ് ആണെന്ന് പറയുന്നു. ആ ഒരു കണ്ടീഷൻ ബേസ് ചെയ്താണ് ബാക്കിയുള്ള ഡിപ്പെൻഡൻസീസ് വരുന്നത്. അതുപോലെ ബാക്കി പറഞ്ഞ കാര്യങ്ങൾ. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നെക്സ്റ്റിന് ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ആംസ്ട്രോങ് ആക്സിയോംസ് എന്നുള്ള കാര്യവും ഇക്വലൻസും ഉള്ള കാര്യങ്ങളാണ് വരുന്നത്. അത് കഴിയുമ്പോഴാണ് നമ്മൾ നോർമൽ ഫോംസ് തുടങ്ങുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കണം. ഓക്കെ.